ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്നത്തെ ഈ പരിസ്ഥിതിയിൽ നമുക്ക് നമ്മുടെ പാർട്ടിക്ക് അതിശക്തിയായ രീതിയിൽ രാഷ്ട്രീയവൽക്കരണത്തിലൂടെ നമ്മുടെ 5.5 ലക്ഷത്തോളം വരുന്ന പാർട്ടി അംഗങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 38,000-ത്തിലധികം വരുന്ന ബ്രാഞ്ചുകളുണ്ട്. 2,444 ലോക്കൽ കമ്മിറ്റികളുണ്ട്. ഈ സംഘടനാ രംഗത്ത് അണിനിരന്ന മുഴുവൻ പാർട്ടി സഖാക്കളെയും പാർട്ടി മെമ്പർമാരെയും പാർട്ടി കേഡർമാരെയും രാഷ്ട്രീയവൽക്കരണത്തിലൂടെ മുന്നോട്ടേക്ക് നയിച്ച് സംഘടനാബോധവും രാഷ്ട്രീയബോധമുള്ളവരാക്കി മാറ്റി തെറ്റായ എല്ലാ പ്രവണതകളിൽ നിന്നും അവരെ മോചിപ്പിച്ച് ഈ നാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ പാർട്ടി നേതൃത്വമായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കുമ്പോഴാണ് വിശ്വസ്തയോടെ മനുഷ്യർ കാണുന്ന ആൾരൂപമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കുള്ള അംഗീകാരവും നേതാക്കന്മാർക്കുള്ള സ്വീകാര്യതയും നേടിക്കൊണ്ടാണ് പാർട്ടിക്ക് വളരെ വേഗം വളരാൻ സാധിക്കുക. അങ്ങനെ തെറ്റായ എല്ലാ പ്രവണതകൾക്കുമെതിരായി ഈ നാട് സ്നേഹിക്കുന്ന നാട്ടുകാർ അംഗീകരിക്കുന്ന നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടിയെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സായി നയിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ അതിനുതകുന്ന രീതിയിലുള്ളൊരു സമ്മേളനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഐകണ്ഠ്യമായിട്ട് നമുക്ക് സംസ്ഥാന കമ്മിറ്റിയെ തീരുമാനിക്കാനായി. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ നമ്മൾ പുതുതായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം വെച്ച് നമുക്ക് പാർട്ടിയാകെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കണം. അതിന് ഈ കൊല്ലത്തെ ജനാവലി സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ചെലവുകൾ നിർവഹിക്കുന്നതിന് പാർട്ടി മെമ്പർമാരും കുടുംബങ്ങളും കാണിച്ച ഏറ്റവും ആവേശകരമായ പിന്തുണ അത് രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ഓരോ വീട്ടിലും അവർ സ്ഥാപിച്ച കുണ്ടിയ ബോക്സിൽ കഴിഞ്ഞ 3 മാസക്കാലത്തിനിടയിൽ ആ കുടുംബാംഗങ്ങൾ, ചിലപ്പോൾ കുടുംബനാഥൻ മരിച്ചുപോയ വീട്ടിലെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വെച്ച കുണ്ടികയിൽ 100, 150, 200, 1000, 1500 രൂപയാണ് നിക്ഷേപിച്ചത്. ഞങ്ങളിത് ഓരോന്നും ഇപ്പോൾ ശേഖരിച്ച് വരികയാണ്. ഏതാണ്ട് അതിൻ്റെ അവസാനമായി 2,50,00,000 രൂപയാണ് പാർട്ടി കുടുംബാംഗങ്ങളിൽ നിന്ന് ഈ പാർട്ടി ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ശേഖരിച്ചത്. അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ പ്രവർത്തനത്തിന് അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ തന്നെ ചെലവ്. ആ ചെലവിലൂടെയാണ് ഈ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നത്, പൊതുവെ പാർട്ടി പ്രവർത്തിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഈ സമ്മേളനത്തിൻ്റെ അനുബന്ധമായി നടത്തിയ ഒരുപാട് പദ്ധതികൾ, പരിപാടികൾ അതെല്ലാം ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളിന്ന് കണ്ടു, ജനകീയ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണം കേരളത്തിൽ. വർഗീയ ശക്തികൾ പിടിമുറുക്കുന്ന ഇന്ത്യയിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ആകെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ നമുക്ക് സൂക്ഷ്മാംശത്തിൽ വളരെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനാവണം. അതിന് പാർട്ടിയാകെ സജ്ജമാക്കണമെന്ന ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായും വർഗീയ ശക്തികൾക്കെതിരായുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ സംഘടനാപരമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ നമ്മൾ തീരുമാനിച്ചത്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പും അത് കഴിഞ്ഞാൽ മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പും നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഒരു സംശയവുമില്ല, സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2ാം ടേമാണിത്. 3ാം ടേമിലേക്കാണ് നമ്മുടെ യാത്ര. ആ 3ാം ടേമിലേക്ക് കേരളത്തെ നയിക്കത്തക്ക രീതിയിലുള്ള പ്രസ്ഥാനത്തിൻ്റെ കരുത്തായി CPM-നെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.